Yo guys, welcome to family. സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, തൊട്ടപ്പുറത്തെ ബെൽ ബട്ടൺ ഇടിച്ചിടിച്ച് പൊട്ടിക്കണം. ഗൈസ് അപ്പൊ നമ്മള് പപ്പര ഇവിടുന്ന് ഇറങ്ങി ഇനിയിപ്പോ വീണ്ടും പോവാണ് വിച്ചുണ്ടാണ് അച്ഛന്റെ അമ്മേന്റെ അടുത്തേക്ക് പോവാട്ടാ. അപ്പൊ നമ്മുടെ യാത്രകൾ മിക്കവാറും ഉണ്ടോ എല്ലാം ഇരുട്ടത്ത് പുലർച്ചെ പാതിരഞ്ഞായിരിക്കും നിങ്ങൾക്ക് അറിയാം. തൃശ്ശൂര് ചിമ്പ് പടയിൽ വന്ന് കളിക്കുന്നുണ്ട് അങ്ങനെ ഇറങ്ങിയ അപ്പൂസോന്ന്. അപ്പൊ അവര് എൻട്രൻസ് ഒക്കെ കഴിഞ്ഞ് എൻട്രൻസ് ആയിട്ട് കഴിഞ്ഞ് വന്നു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ തന്നെ ചായ കുടിച്ച് നമ്മളിങ്ങനെ ഇറങ്ങി. പട്ടിയോളെയും കുട്ടിയോളെയും ഒക്കെ കയറ്റിയിരുത്തി നമ്മൾ പോന്നു. അപ്പോൾ നമ്മളിനിയിപ്പോൾ ഉച്ചൻ്റെ അവിടേക്ക് എത്തും. എന്താ പറയാ ഇപ്പൊ വീട്ടിലെത്തും. അപ്പൊ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അവിടത്തെ കാണിക്കാം. വിചാരിക്കാത്ത നനയ്ക്കാതെയുള്ള ഓരോ യാത്രകളാണ് ഞങ്ങളുടെ ജീവിതത്തിൽ. അവരിപ്പോ അപ്പൊ എന്തായാലും കാണാം. ഞങ്ങള് ശരിക്കും നമുക്ക് ഇന്ന് വരാമെന്ന് വിചാരിച്ചില്ല അല്ലേ. ഇന്നത്തെയും കൂടി ഒരു ലീവ് സെറ്റ് ആയിപ്പോ നമുക്ക് വരാം. അല്ലെങ്കിൽ ഇന്നലെ അവൻ പാട്ട് വയ്ക്കാൻ അതിന്റെ ഇടയില്. അപ്പൊ ശരിക്കും അല്ലെങ്കിൽ കോയമ്പത്തൂർ വന്ന വഴിക്കാനെ നമ്മളെ പറ്റി പാക്ക് ചെയ്ത് ഇവിടുന്ന് വേഗം പോകണ്ടായിരുന്നു. പിന്നെ ഡ്രൈവ് ചെയ്തിട്ടില്ല. അപ്പൊ വിച്ചുവിന് ലീവ് കൊടുത്തു. അപ്പൊ അത് കാരണം പിന്നെ ഞങ്ങള് അച്ഛനമ്മേടെ അടുത്തേക്ക് ഇവിടെ വന്ന് നിക്കാം എന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ചാർലി അപ്പൊ അവിടെ കിടക്കുന്നുണ്ട്. ചാർലി അവിടെ ചാർലി പപ്പരവിടുന്ന് വരുന്നില്ല. പപ്പര അവിടെ കിടക്ക. ചാർലിനെ വിളിച്ചിട്ട് ചാർലി പപ്പനെ എടുത്ത് അവിടെ പപ്പനെ വീട്ടിൽ നിന്ന് വരാണ്ട് ഇങ്ങനെ കിടക്കുക. ഞങ്ങള് പറയായിരുന്നേ ഞങ്ങള് വഴിയിൽ ഇങ്ങനെ വരുമ്പോ ഇപ്പൊ നമ്മുടെ അവിടുത്തെ എല്ലാ പ്രാവശ്യം പോകുമ്പോഴും എന്റെ വീടിന്റെ അവിടെ നിന്നാണെങ്കിലും ഇവന്റെ അവിടെ നിന്നാണെങ്കിലും നമ്മളെ തൃശ്ശൂര് ഓരോ വഴികളും കാര്യങ്ങളും നമ്മൾക്ക് മനസ്സിലാവാണ്ടായി തുടങ്ങി. നമ്മളിപ്പോ ലാസ്റ്റ് വന്ന് പോകുമ്പോഴുള്ള പോലെ അല്ല വരുമ്പോ പിന്നെ ഇതുവരെ ഇല്ലാത്ത കുറെ കടകള് കുറെ സാധനങ്ങള് അത് ഇത് വഴി വീതി കൂട്ടില് പല വ്യത്യാസങ്ങൾ വരിക. പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ നമ്മ ഇത് ഇങ്ങനെ ഇല്ലല്ലോ ആയിരുന്നേ അങ്ങനെ ഞങ്ങളത് പറയാ ഇതുണ്ടായിരുന്നില്ല ഇത് പുതിയത് അങ്ങനെ പറഞ്ഞിട്ട് ചേഞ്ച് ആയെന്നറിയോ. ഫുൾ സെറ്റപ്പ് കടകളായി എല്ലാതും. പണ്ടൊക്കെ ചെറിയ കടകളായിരുന്നു, ഇപ്പൊ പട്ടാ കടകള് ഫുൾ സെറ്റപ്പ്. തൃശ്ശൂര് മാസായി. തൃശ്ശൂർ ഇല്ലാത്ത ഒന്നുമില്ല ഇപ്പൊ. തൃശ്ശൂരല്ല തൃശ്ശൂർ ഏരിയ മൊത്തം ഫുള്ള്. അപ്പൊ ഞങ്ങള് അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്ത് എത്തി. അച്ഛനമ്മ ഇവിടെ ഉണ്ടാവുന്നില്ല. അമ്മ ആശുപത്രി ഡോക്ടറെ കാണാൻ പോയിക്കായിരുന്നു പനിയായിട്ട്. ഈ വട്ടവും ചതിച്ചു. ചിമ്പ് ഫസ്റ്റ് പോയി കിടന്നുണ്ടാവും. ചിമ്പ് പോയി കിടന്നുണ്ടാവും. അതാ പറഞ്ഞത്. അടുത്ത ആള് അന്ന് വന്നേക്കാളും കുണ്ടനായി. അത് ഞാൻ ഇട്ടതാ. കഴുത്ത് വലിച്ചിട്ടാ ഓടിട്ടേ. കാണിച്ചു കൊടുക്കുന്നു. അവർക്കുന്ന ആളുകളുടെ ധൈര്യ അതാ അവര് ഫ്രഷ് ആയിട്ട് പൊറോട്ട അടിക്കണ സ്ഥലത്തുനിന്നാ മേടിച്ചായിരുന്നു. അത് വാങ്ങിക്കാൻ പോയതല്ല. അടിച്ചതരാന്ന് പറഞ്ഞു. എന്നിട്ട് അടിച്ചെന്താണ് ചാലി എന്നിട്ട് അവിടെ അന്വേഷിക്കുന്നത്. അപ്പോൾ ദേ ഇവിടെ ബീഫ് അടുപ്പത്തുണ്ട്. നമ്മൾ പൊറോട്ട സെറ്റ് ഉണ്ട്. അത് പടയ്ക്കണം. ചിമ്പുനയച്ചുവിട്ടു. ചിമ്പോടി ചിമ്പുനയച്ചുവിട്ടാണോ? ആൾക്കല്ല നമുക്ക് ഇനിയിപ്പോ ഇത് കൂടെ ആരും പോവില്ലല്ലേ. കുഴപ്പമില്ലേ. ഇവിടെ എന്താണ് പരിപാടി? കണ്ട ആചാശന്റെ കല്ലൊക്കെ പറക്കി ഇവിടെ മറ്റേ മദ്യയിലൊക്കെ വന്നിട്ടുണ്ട്. അടി ചെഞ്ചിട്ടുണ്ടാക്കന്നെ
അമ്മ ബീഫ് സെറ്റാക്കിയിട്ട് ബീഫ് റെഡി. ഇനി ഞങ്ങൾ പൊറോട്ട കൂട്ടി റെഡി അടിക്കും. ഇച്ചുവിന് കഷ്ണം ഇടുന്നത് ഇഷ്ടമല്ലേ, അത് കാരണം കഷ്ണം ഇടല്ലേ. ഞങ്ങൾക്കാണെങ്കിൽ കഷ്ണം ഇടുന്നത് ഇഷ്ടം, എനിക്ക് അമ്മയ്ക്ക് അവനത് ഇഷ്ടമല്ലേ. അപ്പം പിന്നെ അമ്മ പിന്നെ ഇട്ടില്ല. ഇവിടെ ചിമ്പ അവിടെ കിടക്കുന്നുണ്ട്. അപ്പൂസിന് കോയമ്പത്തൂർക്കൊക്കെ പോയിട്ട് നേരെ ചുവരുന്ന് ഇവിടെ നിന്ന് പോവാണ്ട് നട്ട് വാങ്ങി എടുക്കുക. ഓക്കെ, ഇവിടെ നിന്ന് നന്നായി കാലൊക്കെ നിവർത്തി വെച്ച് കിടക്ക്. അടിച്ച് ഇവിടെ അടിച്ച് അടിച്ച് അൻ്റെ ചീന ഗുഡ്സിറ്റി ഗുഡ്സിറ്റി ചേച്ചറ വിളിക്കണ ഉക്കുളി പോവാൻ ചാല്യപ്പ അമ്മ അമ്പ മടിയിലോ അയ്യോ, അപ്പൊ നമ്മുടെ ചിമ്പോ അപ്പൊ ഗായ്സ് നമ്മുടെ ചിമ്പുനും ചാർലിക്കും ഫുഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചാർലിയപ്പാ മാമദിനാണോ ബീഫ് കൂട്ടിട്ട് മാമദിനാണോ? ബീഫ് കൂട്ടിട്ട് ചിമ്പോ ബീഫാ ബീഫ്. പൊതോത്തിയാ ആഡിഷിന്റെ ഇഷ്ട ഭക്ഷണം പ്രാക്ക് പൊറോട്ട. പ്രാക്ക് ഹിന്ദിക്കാരന്റെ പ്രാക്ക് പൊറോട്ട. ഇവൻ സേവ് ചെയ്യാൻ വന്നേക്കണതാ. ഇപ്പൊ സിറ്റൊക്കെ ചെയ്യണില്ലേ? ഇപ്പൊ അച്ഛൻ വെറുതെ ബാർക്ക് നോക്കിയ അവൻ കുറയ്ക്ക് പോവും. ഫുഡിന് വേണ്ടി എടുക്കാം. ചാറ് ഒഴിക്ക്, ചാറ്. ആ മതി, അല്ലാന്ന് ചാറ് തിന്നൊഴിക്കാൻ മതി മതി മതി. കടലാസ് കേരളീയ ഭക്ഷണം. കടലാസ് കൊടുക്കണ്ട. അപ്പൂസ് ഇവിടെ ചാക്കിണ്ട് ഗൈസ്. ഞങ്ങളെല്ലാവരും പതുക്കെ കെടുക്കണ സെറ്റപ്പിലേക്കാണ്. കണ്ടില്ലേ, കുളിച്ചിട്ട് കെടുക്കാൻ സെറ്റായിട്ട് കെടുക്കുക. ഡസ്റ്റൊന്നും ഇട്ടിട്ടില്ലേ, പുതപ്പിട്ടിക്കണ ധൈര്യത്തിലെടുത്തുക്കണം ഞങ്ങള് അല്ലേ. കഴിഞ്ഞ പൊന്നെ ചതിക്കല്ലേ. ചിമ്പ അവിടെ അവിടെ തണക്കാൻ വെച്ചിരിക്കിട്ട് ഗൈസ് നോക്കിയേ. ഹൈവേയില് മറ്റേ കാറിന്റെ ചില്ല് തുടയ്ക്കാൻ വരുന്ന നോർത്ത് ഇന്ത്യൻസിന്റെ പോലെ ഉണ്ട് ബംഗാളികള്. അതേ ഡ്രസ്സും കളറും. ഏയ് ഭയ്യ ഏതാ സാപ്പിടുക്ക് ഏതാവ് ബുഗി ഹേ ബുഗി. ആൾക്ക് ഗുഡ് മോർണിംഗ് വൈബാണ് ഗൈസ്. അടിച്ച് ഗുഡ് മോർണിംഗ് മഞ്ഞ എല്ലാവർക്കും. ഗുഡ് മോർണിംഗ്. ഞാൻ തിന്നാനോ സ്പെഷ്യൽ ചായ. ആദ്യം ചുക്കാപ്പിയൊന്നുമില്ല.
ആദ്യത്തെ അമ്മ അവിടെ നിന്ന് ഞാഞ്ഞ ചെറുക്കണ ഇവിടുന്ന് ഞാഞ്ഞ കഴിച്ചില്ല ഞാഞ്ഞ കഴിക്കുന്ന അമ്മയെ പുട്ട് ഇതെന്താ പുട്ടല്ലേ പുട്ട് പരിപാടിയാണ് രാവിലെ. ഇതിലെന്താ കടല നീളം പുട്ട്, ഞാൻ ചിരട്ട പുട്ടല്ല നീളം പുട്ട്. ചായ കുടിക്കും നമ്മൾ. എല്ലാ പിള്ളേരും ചെറുപ്പത്തിൽ അമ്മമാര് തേങ്ങ ചെറുക്കുമ്പോഴുള്ള പരിപാടി അതില്ല. അവര് തിന്നാൻ വന്നില്ലെങ്കിൽ സങ്കടമാവും നമുക്ക്. ഇത് വളർന്ന് പന്തലിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല തണലായി. അച്ഛൻ്റെ ഗാർഡൻ ചിക്ക് 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 കൈവിടല്ല പോ വീടാ. ആദീസിന് ഒരു ആനപ്പുറത്തിരിക്കുന്ന പോലെ ഫീലാവും. കേറുന്നു ഈശോയെ. അവൻ കൈ പിടിക്കല്ലേ ആടിച്ച്. സർക്കസാ കുക്കുമ്പ അങ്ങനെ ചാലി ചിമ്പുഞ്ഞോ യല്ലോ ആ കുളിയൊക്കെ ഉണ്ട്. ഇനിയിപ്പോ ഫുഡൊക്കെ കഴിച്ചിട്ട് കുളിക്കല്ലോ. പൂവാറാകുമ്പോ കുളിക്കാം, അല്ലെങ്കിൽ ചൂടാവും. കേസ് അപ്പം ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടി നടക്കാനുണ്ടാ. പുട്ടും കടലയും ബൈ അമ്പാടിയുടെ സോപ്പും മറ്റെന്താ ഹാൻഡ് വാഷിൽ കുളിക്കുകയാണ് ഗൈസ്, കുളിക്കുകയാണ്. വായ മാടി പൂച്ചിച്ച് ഞാൻ ആടിച്ചുകൂട്ടെ ബെശീനു ആടിച്ചുകൂട്ടെ. ഗുഡ് മോർണിംഗ് ബ്രഷ് ആടിച്ചുകൂട്ടെ. ചായ് വിച്ചപ്പൻ കുക്കമ്മ. യെസ് എന്തിട്ടൊക്കെ പറയുന്നേ. ശരി അപ്പൊ ഞാൻ ചോദിച്ചു ആരുടെ സങ്കല്പിച്ചിട്ടാണ് ആനക്കുട്ടിയിൽ കെട്ടിപ്പിടിച്ച് കിടക്കണോ പറയാ. അതിനൊന്നും ചെയ്യാൻ പറ്റില്ല, പാവക്കുട്ടികൾ. അയ്യോ സോറി സോറി സോറി. ചേട്ടനെന്ത് ഉദ്ദേശിച്ചാലും നടക്കില്ല. അപ്പൊ അമ്പാടി ചോദിക്കുക എന്തൊന്നും ഉദ്ദേശിക്കുക. ചിരിക്കാൻ പോയി. ചേച്ചിയുടെ അവിടെ നിന്ന് കൊണ്ട ചക്ക ഞാൻ കേട്ടില്ല. അവിടെ അമ്പാടിയും കുക്കും തമ്മില് അങ്ങോട്ട് ഇടും ഓരോ സാധനങ്ങൾ അടിക്കുന്ന ചിരിക്കാൻ വയ്യ. നമ്മളെ ചക്ക എനിക്ക് ചക്ക വെട്ടി പൊളിക്കാറിയില്ല. ഈ പരിവാക്കി കഴിഞ്ഞാൽ നുറുക്കി കറി വെക്കാനൊക്കെ അറിയാം. കറി വെച്ചോ. ഇത് പിന്നെ ഇത്തിരി ചനച്ച് വെച്ചിട്ട് നീ തിന്നോക്കത്. മധുരം ഉണ്ടെങ്കിൽ പെടയിട്ട് കഴിക്കാം. ഈ പരിവ എനിക്ക് ഇഷ്ടം. അമ്മാമ്മൻ ചിരി ചീനി നോക്കാൻ വേണ്ടിക്കാണ് ചാലിയപ്പൻ. പിന്നെ കോവയ്ക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പപ്പായ വഴുത്ത ചക്ക വരെ കൊടുത്താൽ തിന്നാത്ത ആൾക്കാരാണ്. അവര് തിന്നില്ല. ഉപ്പേരി വെച്ചാൽ തിന്നില്ല. അവർക്ക് അതിന് ചക്ക അതൊന്നും ഇഷ്ടമില്ല. പഴുത്ത ചക്ക പിന്നെയും കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ജോലി കഴിഞ്ഞ് വരുമ്പോൾ കഴിക്കും. തണുപ്പോട് കൂടി ഫ്രിഡ്ജിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ പുളി പിടിച്ചു നാളേക്ക് കറച്ചാവും.
ആർക്കും വേണ്ടല്ലോ. പുറത്തുനിന്ന് കാണുമ്പോ ചക്ക മഞ്ഞ, അതാ ഞാൻ ചോദിച്ച പഴുത്താണോന്ന്. ഇത് അവിടെ പോയാ രണ്ടാളും കൊല്ലാത്താണ് കിടന്നിട്ട് ഇത് സൈഡിൽ കൂടെ ഒക്കെ. ചിമ്പോട് പോയിക്കോട്ടാ ചിമ്പോ. നീ ആ വഴിക്ക് കറങ്ങിയിട്ട് നീ നിന്റെ ഇഷ്ടം പാട്ടിന് പോവാണ് നീ അങ്ങോട്ട്. ആൾക്കാർ പോണ്ട് അവിടെ. ആരാത് ഇതാരാ? ഫിഷ് ഉണ്ട് എന്താണ് കോയി ബാബിയാ? കോയി ബാബി ഇല്ലേ? അമ്മ സ്പീഡിലെല്ലാം പറിച്ചു കഴിഞ്ഞു. പിട്ടുന്ന് പറഞ്ഞിട്ട് ഞാൻ കിട്ടുന്നുണ്ടല്ലേ. പൊക്കോ നീ മോളി പൊക്കോ. മോളി പൊക്കടാ. മോളി പൊക്കോ. ചിമ്പ് പോയി മോളിലേക്ക്. അതിനടുത്ത് പറഞ്ഞ അവൻ പോവും. ഫിഷ് ഇല്ലേ അവിടെ? എന്താ അങ്ങോട്ട് എന്തിനാ പോണ്? കോയി ബാബിയാ? കോയി ബാബനെ കണ്ടവനവിടെ അതിനുള്ളില്. അരിയില് അവർക്കുള്ള അരിയല്ലേ? നടന്നോട്ടെ. അപ്പ വിടറാ വിടറാ. അപ്പൊ വിടറാ വിടറാ എന്ന് പറയും. ലഞ്ച് ചിക്കൻ കറി, പ്രോട്ടീൻ. കുക്കെന്ന് ചിക്കൻ എടുക്കണല്ലേ? ആരെവിടെ? ഹലോ, ഞാൻ എല്ലാ കാവട്ടെ എന്നിട്ട് തരാം. ആയിക്കോട്ടെ. ആ കോക്കോല ജ്യൂസ്. അവിടുന്ന് മമ്മിയുടെ അരി, മമ്മി തന്ന മാങ്ങകള്, അച്ചാറുകൾ, മാങ്ങ ഉപ്പിലിട്ടത്, പിന്നെ കുറേ പലഹാരങ്ങള്, ചിപ്സൊക്കെ ഈ സൈഡ്. അമ്മേന്ന് മരി, ചക്ക, പിന്നെന്താണ് കോവയ്ക്ക, പപ്പായ, കുറച്ച് സാധനങ്ങൾ എല്ലാം കയറ്റിക്കൊണ്ട് വരവും പോക്കൊക്കെ ഒരുമിച്ച്. ഞങ്ങളിതേ പോണ സമയത്ത് ചില്ലായിട്ടൊരു മഴ പെയ്യുന്നുണ്ട്. നല്ല രസമാണ് പോയെന്നെ. അപ്പോൾ നല്ല ചൂടായിരുന്നു. ഞങ്ങൾ കുളിച്ച് ഡ്രസ്സൊക്കെ മാറി. ഒരു റോസാപ്പൂ ഉണ്ട്. റോസാപ്പൂ റോസാപ്പൂ. അപ്പോൾ ഇവിടെ ഞങ്ങൾ പോവാണ്. പോണ ചേച്ചിയുടെ അവിടെ നിന്ന് ഇറങ്ങണം. ആദ്യം ചിമ്പ് കയറിയുന്നുണ്ട്. ചാർലി കയറുന്നു. നീ ഉടനെ ചേച്ചിയുടെ അടുത്ത് പോയി കഴിഞ്ഞാ അവിടെ തന്നെ പോവും. ചാർലി അല്ല ചേച്ചി ആദി ചാർലി ഒരാൾ ഫ്രണ്ട്ലിയൊക്കെ പോയിട്ടുണ്ട്. വാ വായോ ആദി വാ. അച്ഛനമ്മ ബൈക്ക് പോയി. അമ്പടി അപ്പൂസിനെ എനിക്ക് കാണാനില്ലേട്ടാ. ഞാൻ വെറുതെ ഇങ്ങനെ ചിരിക്കാം. അവിടെ ഉണ്ടല്ല ചാർലി അവിടെ ഇരിക്കുന്നുണ്ട്. അച്ഛനമ്മ അങ്ങോട്ട് വരും. തരേണ്ടി 35 രൂപ. ഞാൻ
അതപ്പ തന്നെ പറഞ്ഞു, അത് ഇന്റർവ്യൂ ചെയ്തപ്പ തന്നെ. പരീക്ഷ അല്ല ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ഇന്റർവ്യൂ കുറച്ച് ചൂട് ഇന്റർവ്യൂ ആയിരുന്നു. ചൂട് പ്രശ്നം. അത് 21. അല്ല, അല്ലെങ്കിൽ ഇവിടത്തെ കിങ്ങിണിയും ചങ്ങിണിയൊക്കെ ഇപ്പൊ 4 പീസായി പോവും. അവരെ ഓടി കണ്ട കുറച്ച് മുന്നേ കിങ്ങിണിയാന്ന് വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ കിങ്ങിണി ഉണ്ടാവില്ല. അത് അവരുടെ ഇവിടം വരല്ലോ 3 അടിക്ക് ഇങ്ങട്. ആ അങ്ങനെയാണല്ലേ. ഇതെന്തൊരു സാധനം? ആ അത് പുറത്താ? അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും ഡോറോ? അല്ല കാണാണ്ടിരിക്കാൻ. അത് അവിടെ നിന്ന് റൂമിൽ നിന്ന് നടന്ന അങ്ങോട്ട് ഇവിടെ നിന്ന് ആൾക്കാർക്ക് പോണെങ്കിൽ പോവാൻ. കണ്ടേ അത് ആ ചാർലി കിടന്ന് തുമ്മണ കണ്ടിട്ടേ. നല്ല തുമ്മല് സുന്ദരിയെ കുളി പോണ്ടേ? കൂളെന്ന് പറഞ്ഞാ ഓടണ് ഇതല്ലേ. ആ അത് വരെ ഉണ്ടല്ലോ. മുകളിലേക്ക് എടുക്കണ്ട റൂമല്ലേ? ആ അടിയിൽ 2 റൂമും മുകളിലൊരു റൂമും. അടുക്കളയാ? അച്ഛൻ, എന്റെ ആങ്ങള, ഭാര്യ, കുട്ടികൾ. അവരില്ലേ, അവരിപ്പോ വന്നതാ, ഇന്ന് പോവാ. ഒന്ന് കാണാൻ വന്നതാ. ഇതെന്തിട്ട് ഇത് റൂമാ? ഇല്ല, ഇത് ഇവിടെ ഫ്രണ്ട് ഓപ്പണാണ്. ആ ഇതല്ല ബാൽക്കണി. ആ ബാൽക്കണി എടുക്കുന്നില്ല, ഇവിടെ അടിച്ചല്ലേ ബാൽക്കണി ഉള്ളത്. ഓപ്പൺ എന്ന് പറയും. അതായത് മതി. മതിയല്ലോ. ഞാൻ ഉദ്ദേശിച്ചത് ഞങ്ങളന്ന് വന്നിണ്ടായിരുന്നു. വർത്താനം പറഞ്ഞല്ലോ. ഓർമ്മയുണ്ടായിരുന്നു വയ്യാണ്ട്. ഓർമ്മയുണ്ടാ? അതെ. വണ്ടിയിൽ പോകുമ്പോ ചോക്ലേറ്റ് ബോളാണ്. അമ്മേ അമ്മൂടെ ഫേവറേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എന്താ അവര് തിന്നണല്ലേ? കഴിക്ക് മിഥുനേ, അങ്ങനെ ചെല്ലാൻ പറയണ്ട ഇവര്. എന്നോട് മാത്രം. ആ ചാളിയുടെ പുറത്തിരുന്നോ? ട്രെയിനിൽ വരെ നല്ലത്. അതേ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാണ്. ചാച്ചാ അമ്പാടി ചാച്ചാ ബൈ വായോട്ടാ കുക്ക. ചാച്ചാ ചാച്ച കൊടുക്ക്, ചാച്ച കൊടുക്ക്. ബൈ ബൈ.
കറണ്ട്